അപ്പോൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വായ് പോലെ ആകുവാൻ വേണ്ടി സാധിക്കുന്നത്? ഒന്നാമത് യിരെമ്യാപ്രവചനൻ്റെ പുസ്തകം 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ, അതേ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: നീ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരണം. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവോ അവിടെ നിന്ന് ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക. രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുകയാണ്: നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ച, നിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള പ്രസ്താവന വെടിഞ്ഞിട്ട്, നിൻ്റെ സ്വയം നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രസ്താവന വെടിഞ്ഞിട്ട്, നിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസ്താവന വെടിഞ്ഞിട്ട് ഉത്തമമായത് പ്രസ്താവിക്കുകയാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി ഉത്തമമായത് പ്രസ്താവിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ വായ് പോലെയാക്കുമോ എന്നാണ് അവിടെ കാണുവാൻ സാധിക്കുന്ന ദൈവവചനം. ഈ സന്ദേശത്തെ ശ്രവിച്ച ഏവരെയും കർത്താവായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.